ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അരക്കപ്പളവ് ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാം. വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇഡ്ഡലി ദോശയൊക്കെ നമ്മൾ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അതേ സമയത്തിൽ നമുക്ക് ഇതേപോലെ സാമ്പാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് അരക്കപ്പളവ് വരുന്ന ചെറുപയർ പരിപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ് അളവാണ് ചേർക്കുന്നത്. അത് അരക്കപ്പളവ് വരുന്നുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ചേർത്തിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തെടുത്ത ശേഷം അതിന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക്, 2 തക്കാളി കട്ട് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 വെളുത്തുള്ളി ഞാൻ 2ആയി കീറിയിട്ട് ഇങ്ങനെ ചേർത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2.5 ടീസ്പൂൺ അളവ് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടിയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് സാമ്പാർ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി 1 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. 2.5 ടീസ്പൂൺ ചേർത്തിട്ട് കുക്കറിൽ 3 വിസിൽ വിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിസിലെല്ലാം അടങ്ങിയ ശേഷം ഞാൻ മൂടിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം വെള്ളം ഇല്ലാണ്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് കറിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഇനി ഞാൻ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവ് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ വെന്തയം, ഒരു 3-4 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവ് കായപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ എണ്ണയിലൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് സാമ്പാർ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലോണം തിള വന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റും. അതേപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾക്ക് സാമ്പാർ വയ്ക്കുന്ന പരിപ്പില്ലാണ്ട് തന്നെ ചെറുപയർ പരിപ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടർ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.